Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പി നോൺ വെജിറ്റേറിയൻ തന്നെയാണ്. അതെ, സത്യം പറഞ്ഞാൽ എനിക്ക് വെജിറ്റേറിയൻ നമ്മൾ എന്നാ ചെയ്യും? ഈ പനീർ മഷ്റൂം അല്ലാതെ വേറെ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മുടെ മുന്നിൽ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഉണ്ട്. ഇങ്ങേറ്റം പടരിക്ക പടവലങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും അത് എന്നാ പറയുക, വെജിറ്റേറിയൻ എന്നതേലും ഒക്കെ കണ്ടുപിടിച്ച് നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് വെജും നോൺ വെജും ഒക്കെ ചെയ്യാമെന്ന് ഞാൻ പറയും. പക്ഷെ എന്നാലും പെട്ടെന്ന് ഒരു നോൺ വെജ് വന്നു പോയാൽ എനിക്കൊന്നും ചെയ്യാൻ ഒക്കെയല്ല. കഴിയുന്നതും പരാതി കേൾക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വെജിറ്റേറിയൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ്. ഏറ്റവും കൂടുതൽ പരാതി വരുന്നത് എന്നാണെന്നറിയാമോ? ഈ ചപ്പാത്തിയുടെ കൂടെയൊക്കെ രാത്രിക്കൊക്കെ നമുക്ക് എന്നതേലും ഒരു വെജിറ്റബിൾ കറിയോ എന്നേലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പരാതി. ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള അതേ കാര്യങ്ങളേ ഉള്ളൂ, പുതിയതായിട്ട് ഞാൻ ഒന്നും വെച്ചേക്കുകയില്ല. സെയിം നമ്മുടെ വീട്ടിൽ എന്നാക്കിയുണ്ടോ അതാ. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയത് ഒരു ഇച്ചിരി മീനാണേ. ഇതിപ്പോൾ ഞാൻ ഒരു എന്നാ പറയുക, കറിക്ക് മുറിക്കുന്ന പോലെ കഷ്ണം മുറിച്ചേക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി ചതച്ചത്, ഇച്ചിരി വെളുത്തുള്ളി, പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിച്ചതാ. ഇത് ഒന്നെങ്കിൽ പൊടിക്കോ അല്ലെങ്കിൽ ചതയ്ക്കോ ചെയ്യാം. പിന്നെ വേണ്ടിയത് കുറച്ച് അരിപ്പൊടിയാണ്. പിന്നെ ഒരു മുട്ട, ഒരു ഒരെണ്ണം മതി കേട്ടോ, നമ്മുടെ മീൻ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി സോയാ സോസ്, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്, പിന്നെ കുറച്ച് സവാള, അതായത് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടി അതനുസരിച്ചുള്ള സവാളയാണ്. പിന്നെ ഇതേപോലെ നമുക്ക് നേരത്തെ അരച്ച് വെച്ചേക്കുക, എന്നാലും പോരാ, നമുക്കൊരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ വേണം. ഇതിപ്പോൾ ഇച്ചിരി വെളുത്തുള്ളി അരിഞ്ഞതാണേ. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ഇത് കുറച്ച് സെലറിയാണ്. ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. അതിൻ്റെ സെലറിയുടെ തണ്ടായാലും മതി, ലീഫ് മസ്റ്റൊന്നുമില്ല. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, പിന്നെ അന്നേരം നമ്മുടെ സോസ് ചില്ലി സോസും വേണം, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയിലല്ല, വെജിറ്റബിൾ ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതിയേ. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് വേണം. സ്റ്റോക്ക് ഇല്ലേലും ടെൻഷനില്ല, ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഇനി ഫസ്റ്റ് അതിന് വേണ്ടി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മീനാന്നേൽ ഇച്ചിരി നമ്മൾ വീട്ടിലൊക്കെ അരച്ച് പെരട്ടുകയില്ല എന്ന് പറഞ്ഞ കൂട്ട് ഇതിനകത്ത് പരയ്ക്കാനും മാത്രം ഒന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഒന്ന് മീനെ പിടിച്ചില്ലേലുണ്ടല്ലോ, മീനിന് ബേസിക്കലി മീനിൻ്റെ ഒരു ചൊവ്വ് വരും. അത് വേണ്ട. അതുകൊണ്ട് എന്നാന്ന് പറയുമോ, ആ ഒരു ഫ്ലേവേഴ്സ് കുറച്ച് മുന്നേ വരണം. അപ്പോൾ ഞാൻ ബൗൾ എടുത്തിട്ട് വന്ന് നമുക്ക് ആദ്യം നമ്മുടെ മീനൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിനകത്തോട്ട് ആദ്യം വേണ്ട, അല്ലെങ്കിലേ ആദ്യം ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ച് കുറച്ച് മുളക് പൊടി ഇടുക. ഇവിടെ ഇപ്പം ഞാൻ എന്നാ പറയുന്നത്, ഒരു ആനീസ് ടച്ചും കൂടെ വരുന്നതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് കേരളക്കാരല്ലേ, അന്നേരം പിന്നെ ഇച്ചിരി ഉപ്പും എഴുവും പുളിയും ഒക്കെ ഇറച്ചിക്ക് മീനും ഉള്ളതാണ് ഏറ്റവും ടേസ്റ്റ്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടുക. ഇത് മസ്റ്റല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തേച്ചാൽ മതി. കുരുമുളകിൻ്റെ എരിവ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് വെച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, നമ്മൾ എത്ര മീനാണ് എടുക്കുന്നത് അതനുസരിച്ച്. അന്ന് ഇച്ചിരി കുരുമുളക് ആന്നേൽ മുളക് പൊടി ഇടുവാന്നേ അതനുസരിച്ച് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് ഇച്ചിരി കൂടുതലിട്ടോ. പെപ്പർ ഫിഷ് അല്ലേ, അന്നേരം പിന്നെ ഒരു ഇച്ചിരി കൂടുതലിരുന്നാലും തിരക്കേടില്ല. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി സോയാ സോസ് ചേർക്കണം. അന്നേച്ച് ഒരു
ഇച്ചിരി ഉപ്പ്, ആ മീനിന് വേണ്ടിയ ഉപ്പ് മാത്രം മതി. ഇത് ഇച്ചിരി ഒരു ഡ്രൈ ആയിരിക്കും, അന്നേരം നമുക്ക് അതിനെ ഒരു ഇച്ചിരി കൂടി ഒന്ന് ലൂസാക്കിയാൽ മാത്രമേ നമ്മുടെ മീനെ തേച്ച് പിടിപ്പിക്കാനൊക്കത്തുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുക, ഏതായാലും മതി. ഇപ്പം നമ്മൾ എന്തായാലും ചിക്കൻ സ്റ്റോക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളയാ, അത് ചേർക്കാം. ചിക്കൻ സ്റ്റോക്ക് ഇല്ലാത്തവർക്ക് ഞാൻ പറയുക ഇച്ചിരി വെള്ളം ചേർക്കാം. അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഞാനിവിടെ വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. കാര്യം വെച്ചാൽ ഇത് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആക്കണ്ട, അതായത് ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ച് ടെൻഷൻ ആക്കണ്ട. വെള്ളം ഒഴിച്ചായാലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ഇച്ചിരി നമ്മുടെ അരപ്പൊന്ന് നനയാൻ വേണ്ടി മാത്രം. അതിനകത്തോട്ട് മീനെല്ലാം ഇട്ട് അതിനകത്തോട്ട് നല്ലതായിട്ട് ആ മീനിലെ അരപ്പെല്ലാം ഒന്ന് പിടിക്കണം. മീൻ അങ്ങോട്ട് പുരട്ടി വെച്ചേച്ചേ. ഇത് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് മസ്റ്റൊന്നും അല്ല, കാര്യം നമ്മളിപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കാൻ പോവുകയല്ലേ, അന്നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് മസ്റ്റൊന്നും അല്ല, വെളിയിൽ തന്നെ ഇരുന്നോട്ടെ. അന്നേച്ച് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഇത് ഒരു ബാറ്ററിൽ മുക്കി ആണു നമ്മൾ എണ്ണയിലോട്ട് ഇടുന്നത്. അന്നേരം ആ ബാറ്ററോട് ഉണ്ടാക്കി വെച്ചേച്ച് നെക്സ്റ്റ് നമുക്ക് അന്നേരം കുറച്ച് നേരം ആ മീനൊന്ന് പിടിക്കുവേ. ആ നമ്മൾ ചേർത്തേക്കുന്ന അരപ്പെല്ലാം മീനെ ഒന്ന് പിടിക്കും. അത്രയും നേരമെങ്കിൽ അതൊന്നും ഇരുന്നോട്ടെ. ഇനി നെക്സ്റ്റ് അതിൻ്റെ ബാറ്റർ. അതെന്നാന്ന് വെച്ചാൽ ബാറ്റർ എന്ന് വെച്ചാൽ മൈദ കോൺഫ്ലവർ ബേസ് എടുക്കാം, ആ റേഷ്യോ എടുക്കാം. അതായത് 2:2 ആണെങ്കിൽ അങ്ങനെ മൈദ 2 സ്പൂൺ ആണെങ്കിൽ കോൺഫ്ലവറും 2 സ്പൂൺ. ഇത് രണ്ടും നമുക്ക് എന്താ പറയുക, ദേഹത്തിന് ചീത്തയാന്ന് പറയും. അതുകൊണ്ട് എന്നാ ചെയ്യണം, ഒന്നെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനിന് ഒരു ഇച്ചിരി ക്രിസ്പിനെസ് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി എടുത്തേച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി മാത്രം എടുത്തേക്കുന്നത്. ഇനി ഈ ബാറ്റർ കൂടെ ഉണ്ടാക്കി വെച്ചേച്ച് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാവേ. ഇതിനകത്തോട്ട് ഒരു ഇത്രയും മീനില്ലേ, അന്നേരം പിന്നെ ഒരു 2 മുട്ട ഇടാം. ഇപ്പം നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ഇടയിലെ ഒരു മുട്ടയാണേ പറഞ്ഞത്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടാണേ, നമ്മൾ ഈ കറി വെക്കാൻ നേരം ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മുടെ മീനിൻ്റെ അളവ് ഇതെല്ലാം നോക്കിയേച്ച് വേണം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ട്. അതായത് ഇപ്പം ഇത്രയും മീനുണ്ട് എൻ്റെ കയ്യിൽ, അതായത് നോക്കി അന്നേരം ഇത്രയത്തിനും ഒന്ന് ഫുൾ കോട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മിനിമം 2 മുട്ടയും പിന്നെ അരിപ്പൊടിയും ചേർത്താലേ ഒക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ മൈദയും കോൺഫ്ലവറും ചേർക്കുന്നതെങ്കിൽ 1 മുട്ട മതിയാവും. ഇപ്പം ഞാൻ മൈദയല്ല അരിപ്പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ 2 മുട്ട എടുത്തേ. ഇതിനകത്തോട്ട് ആദ്യം മുട്ടയൊന്ന് അടിച്ചേച്ചും, അല്ലെങ്കിൽ പിന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, മുട്ടയ്ക്കുള്ള ഉപ്പ്, പിന്നെ അന്നേരം അരിപ്പൊടി ചേർക്കുമ്പോൾ ഇച്ചിരി ഉപ്പ്, പിന്നെ അതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് ചേർക്കുന്ന കുരുമുളക് അന്നേരം ഒരു ഇച്ചിരിയേ ചേർക്കത്തുള്ളൂ. പിന്നെ അന്നേരം ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം, ഒരു ഇച്ചിരി, അത് ഒത്തിരി ഒന്നുമല്ല. ഒരു എന്നാ പറയുക, ഒരു ഗാർലിക്കിൻ്റെ ഫ്ലേവറും കുറച്ച് ജിഞ്ചറിൻ്റെ ഫ്ലേവറും വരാൻ വേണ്ടി മാത്രം. എന്നുവെച്ചാൽ ഒരു പൊടിക്ക് സോയാ സോസ്, എന്നിട്ട് നല്ലതായിട്ട് അടിച്ച് വെച്ച് ഈ അരിപ്പൊടിയും കൂടെ ചേർക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നറിയാവോ, നമുക്ക് ആ മീനൊക്കെ ഒന്ന് പൊതിഞ്ഞിരിക്കണം, അതാണ് അതിൻ്റെ കണക്ക്. ഇതിനകത്താണെങ്കിൽ ഒട്ടും നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ എടുക്കണം. അഥവാ നമ്മളിപ്പോൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ ഇളക്കുവാന്നേൽ ഒരു ഇച്ചിരി അവിടെ ഇവിടെ ലംസ് ഉണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ, മിക്സിയിലിട്ട് ഒന്ന് അടിച്ചേച്ചാലും മതി. പക്ഷെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസ് ആയിരിക്കരുത്, ലൂസായി പോയാൽ മീനയിലൊന്നും പിടിക്കുകയില്ല. പിന്നെ മാവേലൊക്കെ ചേർക്കുമ്പോൾ എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ചുപ്പും ഒക്കെ ഒന്ന് നോക്കിക്കോണം. പുളി നോക്കൽ, ഇതിനകത്ത് പുളി ചേർത്തിട്ടില്ല. ഇനി ഇതും
ഒരു സൈഡിലോട്ട് ഇങ്ങനെ നമുക്ക് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളൊരു ഗ്രേവി ഇല്ലേ, അത് കുറച്ചൊന്ന്, അതായത് ഒരുപാടൊന്നുമില്ല, നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റി എടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ ഒത്തിരി എണ്ണ ഒഴിച്ചേച്ച് വഴറ്റുകയും ചെയ്യല്ലേ. കാര്യം എന്നാന്നോ, നമ്മുടെ ആ മീൻ വറുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എണ്ണയില്ലേ, വറുത്ത് കഴിയുമ്പോഴത്തേക്കുള്ള എണ്ണ, ആ എണ്ണയാണെന്നു ഇതിനകത്ത് ചേർക്കുമ്പോഴത്തേന് ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരത്തുള്ളേ. അന്നേരം അതൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് വറുത്തേച്ചാൽ മതി. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചേച്ച് നമ്മുടെ മീനിൻ്റെ അല്ല, അത് ആദ്യമേ വറക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ ആ മീൻ ഇച്ചിരി നേരം ഒന്ന് പിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുവാന്നേൽ കുറച്ച് കഴിഞ്ഞേച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഉള്ളിയൊക്കെ വഴറ്റി വെച്ചാൽ മതി. ഇപ്പം ഞാനത് ഇച്ചിരി പിടിക്കാൻ വേണ്ടി വെച്ച് വെച്ചേക്കുക, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഉള്ളി ഒന്ന് വഴറ്റാം. ഇതിനകത്തോട്ടെ ആ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ളേ, അതിനകത്തോട്ട് ഞാൻ ഉള്ളി ഇടാൻ പോവാ. ഞാൻ ഇതിപ്പോൾ ഏതാണ്ട് ഒരു എന്നാ പറയുക, ഒരു 2 മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞേക്കുന്നത്, കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്. അന്നേരം ഉണ്ടല്ലോ വേഗം അതങ്ങോട്ട് വഴന്ന് കിട്ടും. അന്ന് വെച്ചാൽ 1 ടീസ്പൂൺ വെളുത്തുള്ളി മതിയാവും. നേരത്തെ മീനയിലും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അന്നേരം പിന്നെ ഒത്തിരി വേണ്ട. 1 ടീസ്പൂൺ നിറച്ചെടുത്തു. അതേപോലെ 1 ടീസ്പൂൺ ഇഞ്ചി. ഇനി ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് അറിയാം, നമ്മുടെ ഉള്ളി മൂക്കുന്നത് ഒരു ഇച്ചിരി ബ്രൗൺ ആവണം. അതായത് നമുക്ക് ആ ഗ്രേവി ഒരു ഇച്ചിരി എന്നാ പറയുക, പെപ്പർ ചിക്കനൊക്കെ അതെങ്ങനെയല്ല ഇപ്പോൾ കണ്ടിട്ടില്ലേന്ന് ചോദിക്കുന്നത് തെറ്റല്ലേ, അങ്ങനെ പറയാനൊക്കത്തില്ല. എന്നാലും ഒരു ഇച്ചിരി ബ്രൗൺ ആവണം. ആ കട്ട്ലേറ്റിനൊക്കെ നമ്മൾ മുരിക്കി വില എന്ന് പറഞ്ഞ കൂട്ട് ഒരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇപ്പം ഞാനൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. വളരെ ശ്രദ്ധിക്കുക, മീൻ വറുത്തിട്ട് എടുക്കുന്ന ആ എണ്ണയും കൂടെ ആകുമ്പോഴേ ടേസ്റ്റ് വരുള്ളൂ. ഞാൻ ഉള്ളി ഇച്ചിരി വഴറ്റി വെച്ചിട്ടുണ്ട്, ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് വഴറ്റി വെച്ചിട്ടുള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ മീനൊന്ന് വറുത്തെടുക്കാം. അന്നേരം പാത്രം മാറ്റിയേച്ചേ. പക്ഷേ ഇതിനകത്ത് ഞാൻ വറുത്താലും എന്നാ ചെയ്യുന്നതെന്നോ, ഞാൻ ഈ എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുവേ. അന്നേച്ച് ഇതിനകത്തോട്ട് നമ്മുടെ മീൻ വറുക്കാനും വേണ്ടിയിട്ടുള്ള എണ്ണ വേണം. ഒരു ഇച്ചിരി ഒഴിക്കരുത്, ഷാലോ ഫ്രൈ അല്ല, ഒരു ഇച്ചിരി നല്ലതായിട്ട് വറക്കണം. ഇതിനകത്തോട്ട് നമ്മുടെ ബാറ്ററിലേക്ക് മീനൊന്ന് മുക്കുക. ഒത്തിരി നമ്മൾ ബാറ്റർ അങ്ങോട്ട് കട്ടിയാക്കി എടുക്കല്ലേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ കട്ടിയാക്കിയാൽ എന്നാ പറ്റുന്നതെന്നോ, ആ ഒരു എന്നാ പറയുക, മീനിൻ്റെ ആ കോട്ടിങ്ങിന് ഒത്തിരി അങ്ങ് കട്ടിയായി പോകും. ആ ഫസ്റ്റ് ലെയർ അല്ലേ, അത് വേണ്ട. അന്നേരം മീനിന് ആ ഒരു നമ്മൾ പിന്നെ ചേർക്കുന്ന സോസ് ഒന്നും പിടിക്കുകയില്ല. ഇനി ഇത് വറുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ വീട്ടിലൊക്കെ മീൻ വറുക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി ഒന്ന് മൂപ്പിച്ചോ, അല്ലാതെ ഷാലോ ഫ്രൈ ചെയ്യരുത്. എന്നാലേ നമുക്ക് സോസിനകത്തോട്ടിട്ട് ഇളക്കുമ്പോഴത്തേനും ഒക്കെ അത് മീൻ തന്നെ അങ്ങ് സോഫ്റ്റ് ആയിക്കോളും. ഈ ആദ്യമേ നമ്മൾ സോഫ്റ്റായിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ സോസ് ചേർക്കുമ്പോഴത്തേക്ക് മീൻ പൊടിഞ്ഞു പോവേ. അതുകൊണ്ട് ഇച്ചിരി നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തു. എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ആ എണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരിയേ ഉള്ളേ, ബാക്കി അന്നേരം ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഒഴിക്കുക. എനിക്ക് ഇച്ചിരി ഉള്ളതുകൊണ്ട് ഞാൻ മുഴുവൻ ഒഴിച്ചു. കാര്യം എന്നാന്നോ, ആ എണ്ണ ഒന്ന് കിടന്നാലേ ആ മീനിനൊരു ടേസ്റ്റ് വരത്തുള്ളേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി സോസസ് ചേർത്ത് കൊടുക്കണം. ആദ്യം ഇച്ചിരി സോയാ സോസ്, പിന്നെ കുറച്ച് ചില്ലി സോസ്. ഈ ചില്ലി സോസിനൊന്നും ഒത്തിരി എരിവൊന്നുമില്ല.
കുറച്ച് ടൊമാറ്റോ സോസ്, ഇച്ചിരി എന്നാന്ന് വെച്ചാൽ ഒത്തിരി വലിയ ഗ്രേവി അല്ല, ഒരു തിക്ക് ഗ്രേവി. അതായത് നമ്മുടെ ആ മീനയിലൊന്ന് എന്നാ പറയുക, ഇച്ചിരി ഒന്ന് പെരണ്ടിരിക്കുകയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും വരികയില്ല. ഇതിനകത്തോട്ട് ഒരു എത്രയാ ക്യാപ്സിക്കം നമുക്ക് ഇഷ്ടമാകുന്നതിൽ ചേർക്കാം. ഒരു ഇച്ചിരി ക്യാപ്സിക്കം ഇടുക. അന്നേച്ച് ഈ സമയത്താണു നമ്മൾ നോക്കേണ്ട എന്നാന്നോ, ഇച്ചിരി ഉപ്പാന്നേലും ഉപ്പ്, കുരുമുളക് പൊടി ആന്നേല പൊടി അങ്ങനെ ചേർക്കുക. പക്ഷേ ഇനി ഞാൻ പറയുന്നത്, ഇനി ചേർക്കുവാന്നേൽ കുറച്ച് കുരുമുളക് ചതച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പൊടി ആന്നേലുണ്ടല്ലോ, ആ കുരുമുളക് ഒന്ന് കടിക്കുകയില്ല, അന്നേരം നമുക്ക് ആ ഒരു പെപ്പറൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുമല്ലേ. ബേസിക്കലി നമ്മുടെ റെസിപ്പിയുടെ പേര് പെപ്പർ ഫിഷാണ്. അപ്പോൾ ഇച്ചിരി കുരുമുളക് മുന്നിട്ട് നിൽക്കണം, അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഒരു ഇച്ചിരി കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടേച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ചിക്കൻ സ്റ്റോക്ക്, എത്രയാ സ്റ്റോക്ക് വേണ്ടിയെന്ന് വെച്ചാൽ, ഈ ചിക്കൻ സ്റ്റോക്ക് അല്ല, അതിന് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ആവശ്യമനുസരിച്ച് ഒഴിച്ചേച്ചേ. എന്നാ പറയുക, ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേന് നമ്മുടെ മീൻ ഇടുക. മീൻ ഇട്ടേച്ച് ഇച്ചിരി നേരം ആ മീനിലൊന്ന് പിടിക്കാനും മാത്രമുള്ള ഒരു വെള്ളം വേണം. ഇതിനകത്തോട്ട് കുറച്ച് സെലറി, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ, അതായത് ഒത്തിരി നേരം ഒന്നും എടുക്കുകയില്ല, ഇതാണ്ടേ ഇപ്പം തന്നെ അത് തിളച്ചായിരുന്നേ. ഇനി അതിനകത്തോട്ട് നമ്മുടെ മീൻ അങ്ങ് ഇടുക. ഇത് ഇച്ചിരി ഒഴിച്ചേക്കുമല്ലേ, അന്നേരം എൻ്റെ മീനെ പിടിക്കാൻ അന്നേരം ഒരു ഇച്ചിരി നേരവും കൂടെ വേണേ. അപ്പം ഞാൻ എന്നാ ചെയ്യണം, മീനെ ഒന്ന് പിടിക്കുകയും വേണം, മാത്രമല്ല നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേന് മീനിനെ ഒത്തിരി അങ്ങോട്ട് ഉള്ളിലോട്ട് ആ ഒരു എന്നാ പറയുക മസാലയെല്ലാം ചേരണം, പിന്നെ ആ സോസും എല്ലാം ചേരണം, അന്നേരം ഒക്കത്തില്ല. ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു കംപ്ലീറ്റ് ഡിഷായി മാറുന്നത്. അന്നേരം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏറ്റവും സിമ്മിലാക്കി വെച്ച് കുറച്ച് നേരം നമ്മൾ അതിനെ വിട്ടു കൊടുക്കണം. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തേക്കും, എന്നാലും മാത്രമേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അഥവാ സപ്പോസ് നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാനയിലൊന്നും അല്ല വെക്കുന്നെന്നുണ്ടെങ്കിൽ കുറച്ച് നടി പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇട്ടേക്കുക. ഇനി ഇതവിടെ കുറച്ച് നേരം കിടക്കട്ടെ. ഇനി നെക്സ്റ്റ് ഞാനൊരു എളുപ്പത്തിലൊരു ഡ്രിങ്ക് കാണിക്കാം, ഒരു ഫലൂഡയുടെ വേറൊരു വേർഷൻ. അതിനെനിക്ക് പേരൊന്നും അറിയത്തില്ല. ഫലൂഡയുടെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് എൻ്റെ ഫ്രിഡ്ജിലിരുന്ന കൈ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. ക്യാൻ ബി മെയ്ഡ് ആസ് എ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, ബിക്കോസ് അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് ഫ്രൂട്ട്സ്, അതായത് ആ ഡ്രിങ്കിൻ്റെ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് എടുത്ത് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എളുപ്പമാട്ടോ, ഒരുപാട് പ്രയാസമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എന്നൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതിടാം. ഫ്രൂട്ട്സ് ആണെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും അരിഞ്ഞേച്ച്, ഇതിപ്പോൾ പഞ്ചസാര പാനിയിൽ ഇട്ടേക്ക് വന്നേ, അതാകുമ്പോഴത്തേന് ആ ഫ്രൂട്ട്സിനകത്ത് എല്ലാം ഒരു ഇച്ചിരി പഞ്ചസാര വരികയും ചെയ്യും. പിന്നെ എന്നാന്ന് വെച്ചാൽ വേണ്ടിയത് കുറച്ച് ഐസ്ക്രീം വേണം, അതായത് 2 ഫ്ലേവർ, പിന്നെ കുറച്ച് വാനില, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്. അന്ന് ഞാൻ എടുത്ത ഇച്ചിരി ബദാം, പിന്നെ കുറച്ച് പിസ്താഷ്യൂ, പിന്നെ വേണ്ടിയ കുറച്ച് കാഷ്യൂ, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാ വേണ്ടിയ. ഇത് എല്ലാ കളേഴ്സും ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കുറച്ച് റെഡ് ഉണ്ട്, പിന്നെ ഇച്ചിരി യെല്ലോ ഉണ്ട്. ഇതെന്നാന്നോ ഒരിച്ചിരി ജാമാണ്, മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് കശകശയാണ്,
ഇറച്ചിയിലിടുന്ന കശകശയല്ല, ബേസിൽ സീഡ്സ് ആണ് ഇത്, നമ്മുടെ ഡ്രിങ്കിലൊക്കെ ഇടുന്നതാണ്. ഇനി നമുക്കിത് ലെയർ ചെയ്യാം. കണ്ടോ, ഒരു പരിപാടിയില്ല. ആദ്യം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വാനില ഐസ്ക്രീം ഏറ്റവും ബോട്ടം ലെയറിലെ അന്നേച്ച് ഫസ്റ്റ് വാനില ഐസ്ക്രീം ആണ്. നെക്സ്റ്റ് നമുക്ക് ഫ്രൂട്ട്സ്, പഞ്ചസാര പാനിയിൽ ഇട്ടേക്കുന്ന ഫ്രൂട്ട്സ് ആണ്. അന്നേച്ച് ഇതിൻ്റെ മേലിലാന്ന് കുറച്ച് ജാം ഇടണം. അതായത് നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ജാം ഇല്ലേ, ഇതെല്ലാം വീട്ടിലുള്ളതല്ലേ. നമ്മുടെ പിള്ളേർ കാലത്ത് സ്കൂളിൽ പോകാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ തിങ്കളാഴ്ച ദിവസം കരുതുന്ന ഒരു സാധനമാണ് ബ്രെഡും ജാമും. ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് കശകശ, അന്നേച്ച അതിൻ്റെ മേളിലോട്ട് ഒരു ഇച്ചിരി പിസ്താഷ്യൂ, ഇനി ഇതിൻ്റെ മേളിൽ കുറച്ച് ഫ്രൂട്ട്സ്. അത് ഏതൊക്കെയാണ് വേണ്ടിയെന്ന് വെച്ചാൽ, ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് മാത്രം ഇട്ടേച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ ഉള്ളതാണ്. അന്നേരം അത് ഇച്ചിരി ഇടുക. അത് വലിയ വലിയ കഷ്ണമാക്കി ഇടല്ല, ഇച്ചിരി പൊടിച്ചിടണേ. അന്നേച്ച് ഇച്ചിരി ടൂട്ടി ഫ്രൂട്ടി ഇടുക. കുറച്ച് പിസ്താഷ്യൂ, അത് ഇച്ചിരി മുറിച്ച്. അന്നേച്ച് ഒരു 2-3 ബദാം. അന്നേച്ച് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പഞ്ചസാര കരിച്ചൊഴിക്കുക. അതായത് കാരമൽ സിറപ്പും കൂടെ ഉണ്ടാക്കി അത് ഒരു ഇച്ചിരി ഇതിൻ്റെ മേളിൽ കൂടെ ഒഴിക്കുക. മസ്റ്റൊന്നുമല്ല, വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇത് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഇനിയിപ്പോൾ ഇത്രയും സ്പെഷ്യലായിട്ട് നമ്മുടെ ഈ പെപ്പർ ഫിഷും അന്നേച്ച് നമ്മുടെ ഈ ഡെസേർട്ടും കഴിക്കാനായിട്ട് വരുന്ന ഗസ്റ്റിനെ കുറിച്ച് ആരെങ്കിലും എന്നോട് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞൂല അല്ലേ. അന്നേരം വളരെ മോശമാണ്. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, ഇന്നിവിടെ നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്ന പ്രസിദ്ധ സിനിമാ താരം സൈജു കുറുപ്പ ഇവിടെ വരാൻ പോകുന്നത്. അന്നേരം ഒത്തിരി വിശേഷങ്ങൾ ചോദിക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുന്ന ഒരുപാട് ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ വ്യൂ പോയിൻ്റ് കണ്ടേക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഒക്കെയല്ല. നമുക്ക് വരുമ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചോദിച്ചു നോക്കാവേ. എന്തായാലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേച്ച് നമുക്ക് ബാക്കി വർത്താനം പറയാം. നമ്മുടെ പെപ്പർ ഫിഷും ചപ്പാത്തിയും നമ്മുടെ ഡ്രിങ്കും ഇവിടെ റെഡിയാന്നു. ഇനി ഇത് നമ്മൾ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടല്ലേ ചെയ്തത്, നാടനായിട്ടല്ല ചെയ്തേക്കുന്നത്. ഇന്ന് ഇച്ചിരി നാടനായിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് വരണമെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? നമ്മൾ ഫസ്റ്റ് ഒരു ബാറ്ററിൽ മുക്കി മീൻ ഇട്ടില്ലേ, അതേ ചെയ്യാതെ മീൻ അങ്ങനെ വറുത്തെടുത്തിട്ട് ഈ കൺക്ലൂഷൻ. ഹലോ, ഹാർട്ടി വെൽക്കം. എന്നാ ഉണ്ട് വിശേഷം? ഓണമൊക്കെ നല്ലായിരുന്നു? അതെ, ഞാനിപ്പം എൻ്റെ പ്രേക്ഷകരോട് ഭയങ്കരമായിട്ട് വർത്താനം പറയുമായിരുന്നു സൈജു വരുന്നെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാന്നറിയോ, എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷെ അവരുമായിട്ട് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞില്ല എന്നതാ കാര്യമെന്നേ. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുക. ഇപ്പം സൈജുവിനെ ശരിക്കും ഒത്തിരി പടം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പടം കാണുമ്പോൾ എന്നിട്ട് ഇപ്പോൾ ഒരു പാവത്താനായിട്ട് അഭിനയിക്കുവാന്നേൽ എനിക്ക് ഭയങ്കരമായിട്ട് സൈജു പാവമായിട്ട് തോന്നും. അതല്ല, ഒരു വില്ലനായിട്ട് അഭിനയിക്കുവാന്നേൽ ഇത് വില്ലനാണോന്ന് തോന്നും. ഭയങ്കര ചേഞ്ച് ആണേ ഫേസിന്. ശരിക്കും ലൈഫിൽ വില്ലനാണോ അതോ പാവമാണോ? ഫേസ് വെച്ച് നമുക്ക് ആർക്കും ഒന്നും പിടിക്കാൻ ഒക്കുന്നില്ല. ഓരോ ക്യാരക്ടേഴ്സ് എന്നല്ലേ. അന്നേരം ശരിക്കും റിയൽ എന്നതാ പാവമാണോ? ചേച്ചി, അത് എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് എൻ്റെ ഭാര്യയുടെയൊക്കെ ചോദിക്കുമായിരിക്കും. ഈ ഭാര്യമാരാണ് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഒരാളെന്നുള്ളത് പറയാൻ പറ്റിയ ആൾക്കാർ അവരാന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ആംഗിൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഹരിഹരൻ സാർ എന്നെ സിനിമയിലെടുത്തത് തന്നെ. ആ ഒരു കഥാപാത്രത്തിന് പുള്ളിക്ക് ആവശ്യം ഉണ്ടായിരുന്നത് ഒരു ഹീറോ ലുക്കുള്ള ഒരാളെ
ഒരു വില്ലൻ ലുക്കുള്ള ഒരാൾ. ഇത് രണ്ടും കലർന്ന ഒരു ലുക്കായിരുന്നു വേണ്ടത്. അപ്പോൾ നമ്മൾ പാവമെന്ന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹീറോ ആയിട്ട് പിടിക്കാം, ഭയങ്കര എന്ന് ഉദ്ദേശിക്കുന്നത് വില്ലനായിട്ട് പിടിക്കാം. അപ്പോൾ അങ്ങനെയാണ് എന്നെ സെലക്ട് ചെയ്യുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറയല്ലേ നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം, ഇവിടെ വെച്ച് പറ്റില്ല. പരാതി പറയുന്നത് എപ്പോഴാന്നറിയോ? ഈ ഭാര്യയും കൂടെ കൊണ്ടുവരാത്തപ്പോഴാണ്. എന്നാ ഭാര്യ വരാഞ്ഞേ? അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം. അടുത്ത പ്രാവശ്യം. ഇപ്രാവശ്യം എന്നാ പറ്റി? ഇപ്രാവശ്യം മോക്ക് സ്കൂളുണ്ട്, പിന്നെ ഇളയവന് 1.5 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അവനെയും കൊണ്ട് വരാനുള്ള ചില കുഞ്ഞു വെച്ചല്ലേ അന്നേരം പിന്നെ നോക്കിയല്ലോ. ഓക്കെ. മോള് സ്കൂളിൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അവള് മരടില് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിൽ. ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സില്? അവള് 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിലോ? അപ്പൊ ഒരു വീട്ടമ്മയുടെ സകല പ്രാരാബ്ദങ്ങളും ഉണ്ട്. ഒരു വീട്ടമ്മ ആയതുകൊണ്ട് എനിക്ക് ഇതെല്ലാം മനസ്സിലാവുന്നതുകൊണ്ട് പരാതിയില്ല. പക്ഷെ എന്നാലും ഒരു സന്തോഷമായിരുന്നു, പിള്ളേരെയൊക്കെ ഒന്ന് കാണാറുണ്ടല്ലോ. ഇനി ഒന്ന് പറഞ്ഞേ, സിനിമയിലേക്ക് വന്നതും ഒക്കെ ഒന്ന് പറഞ്ഞേ. ഞാനിപ്പം എയർടെൽ സെയിൽസ്മാൻ ആയിരുന്ന സമയത്ത് MG ശ്രീകുമാർ സാറിന് തൈക്കാട് വീട്ടിൽ അദ്ദേഹത്തിന് ഒരു എയർടെൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിന് 2-3 പ്രാവശ്യം അതിനുവേണ്ടി കാണേണ്ടി വന്നു. 3ാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്നോട് ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ എനിക്കൊരു ഷോക്കായിരുന്നു പെട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും. അപ്പോൾ എനിക്കറിയില്ല, അപ്പം എനിക്ക് താല്പര്യമില്ലായിരുന്നു ആ സമയത്ത്. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലാതെ അഭിനയിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് അപ്പം വായിൽ വന്നത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടല്ല, ഞാൻ ചെയ്യും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യും. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഇരിക്കുന്നു. അങ്ങനെ ഹരിഹരൻ സാറിനെ, അപ്പം അദ്ദേഹത്തിന് മുമ്പേ പറഞ്ഞു ഇങ്ങനെ ഡയറക്ടർ ഹരിഹരൻ അദ്ദേഹം പുതുമുഖങ്ങൾ വെച്ച് സിനിമ ചെയ്യുന്നുണ്ട്, ഒരു പക്ഷേ ചിലപ്പോൾ ഇപ്പം ഞാൻ 2-3 ദിവസം മുമ്പാണ് എൻ്റെ അകത്ത് ഒരു പാട്ടിൻ്റെ റെക്കോർഡിംഗ് ആയിട്ട് ചെന്നൈയിൽ നിന്ന് വന്നത്. അപ്പം അതെ ഒരു പാട്ട് അദ്ദേഹം പാടിയ. അപ്പം ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഫിഗറാണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് തോന്നുന്നു. അപ്പം അതെ. ഹരിഹരൻ സാർ പറഞ്ഞിരുന്നു. ഹരിഹരൻ സാർ പറഞ്ഞു തന്നിരുന്നു വെച്ചാൽ ഒരു 21 തൊട്ട് 25 വയസ്സ് പ്രായമുള്ള ആൾ വേണം, വെളുത്ത നിറം വേണം, ഒരു 6 അടി ഉയരം, പിന്നെ വലിയ കണ്ണ്, നീണ്ട മൂക്ക്, അതെ ആ ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹീറോയും വില്ലനും കലർന്ന ഒരു ലുക്കാണ് വേണ്ടത്. വരൺ സാറിൻ്റെയൊക്കെ ഇങ്ങനെ ചോദിച്ചു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ. അപ്പം ഞാനാണെങ്കിൽ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. കൊച്ചിലെ തൊട്ട് ഞാൻ എപ്പോഴും ഈ എന്താണ് ഇപ്പോൾ ആനുവൽ ഡേക്ക് ആയാലും എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പെർഫോം ചെയ്യുമ്പം ഞാൻ ഇവിടെ ക്രൗഡിൻ്റെ കൂടെ നിന്ന് ഞാൻ ക്ലാപ്പ് അടിക്കുന്നതല്ലാണ്ട് സ്റ്റേജിൽ കയറിയിട്ടില്ല ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്കൊരു സ്പാർക്ക് കിട്ടിയാൽ മതി, ബാക്കി ഞാൻ മോൾഡ് ചെയ്തെടുത്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും MG ശ്രീകുമാർ സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ 2-3 സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, എന്നിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. ഓക്കെ. ഇപ്പോൾ പറഞ്ഞു പിള്ളേരുടെ നേരെ കാണുമ്പോഴൊക്കെ ചുമ്മാ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുവാന്നേ. ഇപ്പം സ്വന്തമായിട്ട് പിള്ളേരായപ്പോൾ തന്നെ അതെ, അപ്പം മാറിയല്ലോ. പിന്നെ നമുക്ക് കറക്റ്റ് കുട്ടികളുടെ എന്താണ് ഇതെന്നുള്ളത് ഫീൽ. അപ്പനായപ്പോ ആ ഒരു അറ്റാച്ച്മെന്റ് എന്താണെന്ന് മനസ്സിലായി. ചേച്ചി അന്ന് എൻ്റെ പ്രായം 24 വയസ്സേ ഉള്ളൂ. അപ്പോൾ 24 വയസ്സിൽ എൻ്റെ ചിലപ്പോൾ ഒരു ഇമ്മച്യൂരിറ്റി ആയിരിക്കാം ഞാൻ കൂടുതൽ കുട്ടികളുടെ അടുത്ത് പോകാഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 25 വയസ്സിൽ തന്നെ കല്യാണം കഴിച്ചു. എനിക്ക് 26 വയസ്സിൽ കുട്ടിയുണ്ടായി. അപ്പോൾ കുട്ടിയുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നാച്ചുറലി പിന്നെ അപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ മോളെ ഞാൻ അത്രയും കൂടുതൽ കൊഞ്ചിച്ചിട്ടില്ല, എൻ്റെ മകനെ ഞാനിപ്പോൾ കൊഞ്ചിക്കുന്ന പോലെ. അത് പ്രായത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. അപ്പോൾ എൻ്റെ വൈഫ് പറയണത് എന്താണ്, സൈജു ആക്ച്വലി റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നില്ല ആ സമയത്താണ് കല്യാണം കഴിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 4 വർഷം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് കല്യാണം കഴിക്കണമെങ്കിൽ ചിലപ്പം മെച്ചോർഡ് ആയേനെ. അപ്പം ഈ പഠിച്ചതൊക്കെ എവിടെയാ? പഠിച്ചതൊക്കെ മഹാരാഷ്ട്രയിൽ, നാഗ്പൂരിൽ. അച്ഛൻ അവിടെ ഇരുന്ന് ജോലി. അച്ഛൻ ഡിഫൻസ് അക്കൗണ്ട്സ് ഓഫീസർ ആയിരുന്നു. അപ്പോൾ 1ാം ക്ലാസ് തൊട്ട് അവിടെ പഠിച്ചു. പിന്നെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 1 വർഷം ICICI ബാങ്കിൽ വർക്ക് ചെയ്തു. അപ്പോൾ അതൊക്കെ അവിടെയായിരുന്നു. ഞാനൊരു 21 വർഷം അവിടെ നാഗ്പൂരിലായിരുന്നു. അല്ല, അതുകൊണ്ടാണ് ഷാജി കല സാറിന്റെ പടത്തിൽ ഞാൻ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ് സിനിമയിൽ ഹിന്ദി സംസാരിക്കാൻ. അന്നേരം നമുക്ക് ആ പ്രൊനൗൺസിയേഷൻസ് എല്ലാം വരും കറക്റ്റ് ആയിട്ട്, ആ സ്ലാങ് എല്ലാം അല്ലേ? അത് ഇത്രയും ഹെൽപ്ഫുൾ ആവുമെന്ന് അന്ന് വിചാരിച്ചില്ല. ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇത്രയും നല്ലൊരു ജോലിയും കിട്ടിയേച്ച് പിന്നെ എന്നാ അത് വേണ്ടാന്ന് വെച്ചേ? ചേച്ചി ഞാൻ മൈനിങ് എഞ്ചിനീയറിംഗ് ആയത്. അപ്പോൾ എൻ്റെ അച്ഛന് ഒരു മോഹം ഉണ്ടായിരുന്നു, മകള് ഡോക്ടറാക്കണമെന്നും മകനെ എഞ്ചിനീയർ ആക്കണമെന്നും. അപ്പം ചേച്ചി പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. ചേച്ചി അത്ലറ്റിക്സിലൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. ചേച്ചി ഓൾറൗണ്ടർ ആയിരുന്നു ബേസിക്കലി. അപ്പോൾ ചേച്ചി അങ്ങനെ വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പം എന്താണ് വെറ്റിനറി ഡോക്ടർ, അപ്പോൾ ഡോക്ടറാണല്ലോ. പിന്നെ 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ 12ാം ക്ലാസ് പാസ്സാകുന്നത്.
അപ്പം എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ വേണം. അപ്പോൾ എനിക്കാണെങ്കിൽ അറിയാം എഞ്ചിനീയറിംഗിൽ ഒരുപാട് പഠിക്കാനുണ്ട്, എന്നെ കൊണ്ട് നടക്കില്ല. അപ്പോൾ പക്ഷേ അച്ഛൻ്റെ മോഹം സാധിക്കുകയും വേണം. അപ്പോൾ എനിക്ക് മറ്റേ ഞാൻ എൻ്റെ സീനിയേഴ്സ് ഫസ്റ്റ് ഇയറിൽ ഡ്രോയിങ് ബോർഡും മറ്റേ ഡ്രാഫ്റ്ററൊക്കെ പിടിച്ചിങ്ങനെ പോകുന്നതാകുമ്പോൾ അതിൽ എനിക്കൊരു കുറച്ചൊരു ഇതുണ്ട്. അപ്പോൾ നമ്മളൊരു നോർമൽ ഡിഗ്രി BSc BA എടുക്കുകയാണെങ്കിൽ ഡ്രാഫ്റ്ററും ഡ്രോയിങ് ബോർഡൊന്നും പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം എനിക്ക് അതായിരുന്നു ക്രേസ്. ആ ഒരു ജാട. അപ്പോൾ ജാട എന്ന് വെച്ചാൽ മെയിനായിട്ട് ഞങ്ങളുടെ കോളനിയിൽ തന്നെ ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല, ആ കുട്ടിക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ആ കുട്ടിയുടെ മുമ്പിൽ ഒരു ജാടയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം, ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനോർത്തു മൈനിങ് കുറച്ച് ഈസിയാണ്. അപ്പം മൈനിങ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ മൈനിങ് തന്നെ പിടിച്ചു പോങ്ങി. എന്നിട്ട് പിന്നെ മൈനിങ്ങിലാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് മൈനിങ്ങും ഈസി അല്ല, അതും ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പാസ്സായി. ഞാൻ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ പാസ്സായി. പിന്നെ എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടുന്നത് ഗൾഫ് ഓയിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ഹൈദരാബാദ് ബേസ്ഡ് ആണ്. അവിടെ ഇൻ്റർവ്യൂവിന് പോയി അവിടെ എനിക്ക് ജോലി കിട്ടി. ഹൈദരാബാദ് അല്ലായിരുന്നു ജോലി, എന്നെ പോസ്റ്റ് ചെയ്തത് റാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് ബീഹാറീസ്, ഇപ്പോൾ റാഞ്ചി മറ്റേ ജാർഖണ്ഡിലാണ്, അന്ന് ബീഹാർ ഒരേ സ്റ്റേറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ റാഞ്ചി ഒരു എന്താണ് ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ ലോണാവലയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ലോണാവല പോലത്തെ ഒരു സ്ഥലമായിരിക്കും, അപ്പോൾ അടിപൊളി നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് റാഞ്ചിയിലെത്തി. റാഞ്ചിയിൽ ഓഫീസ് കണ്ടുപിടിച്ച് അവിടെ എത്തിയപ്പോഴത്തേക്കും അന്നത്തെ എൻ്റെ ബോസ് അവിടുത്തെ പറഞ്ഞത് റാഞ്ചിയിലല്ല, ഇവിടുന്ന് 40 കിലോമീറ്റർ ദൂരെ രാംഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ബസ് കയറി രാംഗഡിലേക്ക് പോകുന്നു. ഈ രാംഗഡ് എന്ന് പറഞ്ഞ സ്ഥലം, ഞാൻ ഇത്രയും വൃത്തികെട്ടൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ. അവിടെ അപ്പോൾ ഈ മൈൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും റിമോട്ട് ഏരിയാസിലായിരിക്കും, അത് ഒരിക്കലും സിറ്റിയിലൊന്നും ആയിരിക്കില്ല. അവിടെ വളരെ കുറച്ച് പോപ്പുലേഷനെ കാണുള്ളൂ ആ സ്ഥലത്ത്. ഈ മൈൻസ് കൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ താമസിക്കുന്നുള്ളൂ. ഭയങ്കര ഡസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഡസ്റ്റ് അലർജി ഒന്നുമില്ല, പക്ഷെ എന്നാലും ഡസ്റ്റ് ആയിരിക്കും. ഞാൻ ചെന്ന സമയത്ത് ജൂനിയർ എഞ്ചിനീയർ ട്രെയിനിൽ നിന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്, ഞങ്ങളുടെ പോസ്റ്റിന്. അപ്പോൾ ജെറ്റ് എന്നാണ് പറയുന്നത്, JET. അപ്പം ഈ ട്രാൻസ്ഫറായി പോകേണ്ട JET പോയിട്ടില്ല. അപ്പോൾ പുള്ളി ഓൾറെഡി ഗസ്റ്റ് ഹൗസിലുണ്ട്. അപ്പോൾ എനിക്ക് പുള്ളി പോയാലേ ഗസ്റ്റ് ഹൗസ് കിട്ടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഓൺ അക്കോമഡേഷൻ നോക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടുത്തെ റിക്ഷക്കാരുടെ ചോദിച്ചപ്പോഴത്തേക്കും എന്താണ് ഇവിടെ ഏതാ നല്ല ഹോട്ടൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് സാബു വാപ്പേ ബഹുത് ബഡാ ഹോട്ടൽ എന്തോ പേര് പറഞ്ഞു, മസ്ത് ഹോട്ടൽ എന്ന് പറഞ്ഞു. അപ്പം ശരി. അപ്പം അങ്ങനെ അവിടെ ചെല്ലുന്നു. മസ്ത് ഹോട്ടൽ എന്ന് പറഞ്ഞത് ഒരു ലോഡ്ജാണ്. ആ ലോഡ്ജിൽ ഏറ്റവും നല്ല റൂം വേണമെന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും നല്ല റൂമിൽ ഞാൻ എൻ്റർ ചെയ്തു. ഈ ഓടാമ്പൽ, അതായത് ഈ ഡോർ ഇങ്ങനെ തുറന്നാൽ ഓടാമ്പൽ ഇങ്ങനെ കിടക്കും. ആർക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ചെയ്ത് അകത്തേക്ക് വരാം. ബാത്റൂമിന് ഡോറില്ല. അപ്പം അന്ന് ഈ ATM ഒന്നും അത്രയും ഇതല്ല. പിന്നെ ഈ രാംഗഡിൽ ATM ഇല്ല. അപ്പോൾ അച്ഛൻ എനിക്ക് കുറച്ച് കാശ് തന്നിരുന്നു. ഈ കാശ് വെച്ചുകൊണ്ട് അപ്പം എനിക്ക് പേടിയാണ് ആരെങ്കിലും വന്ന്. ഒന്നാമത് ബീഹാറാണ്, ഒന്നും പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ക്രൈം നടക്കുന്ന സ്ഥലമാണ്. എനിക്കാണെങ്കിൽ രാത്രി ഉറക്കം വരില്ല, ഭയങ്കര പേടിയും. പിന്നെ അങ്ങനെ ഒരു 3-4 ദിവസം അവിടെ നിന്നുള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ച് നാഗ്പൂരിലേക്ക് പോയി അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നടക്കില്ല ഈ പരിപാടി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ICICI ബാങ്കിൽ വർക്ക് ചെയ്തു. പിന്നെ അങ്ങനെ ഓരോ കമ്പനീസിൽ ഞാൻ പിന്നെ വർക്ക് ചെയ്ത് തുടങ്ങി. എനിക്ക് അച്ഛൻ നിർബന്ധിച്ചിട്ട് ഞാൻ വന്ന സമയത്ത്, നാഗ്പൂരിൽ നിന്ന് വന്ന സമയത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ചേർത്തലയിൽ രജിസ്റ്റർ ചെയ്തു എൻ്റെ പേര്. അപ്പോൾ അച്ഛൻ ഈ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അപ്പം മകളും പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആയി, വെറ്റിനറി ഡോക്ടറാണല്ലോ. അപ്പോൾ അച്ഛന് മകനും കൂടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു രസമായിരിക്കും എന്നൊക്കെ അച്ഛൻ മനസ്സിൽ വിചാരിച്ച് കാണും. അപ്പോൾ ഞാൻ ICICI ബാങ്കിൻ്റെ ജോലി വിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ജോലിയില്ല. അപ്പോൾ അച്ഛൻ കൊണ്ടുപോയി എന്നെ അവിടെ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു 2010-2011 കണ്ടാണ് ആദ്യം വിളി വരുന്നത്, അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റിൻ്റെ പോസ്റ്റിൽ. അപ്പം അങ്ങനെ അപ്പം ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു, എടാ ഇങ്ങനൊരു സംഭവം. അപ്പം ഞാൻ ഷൂട്ടിലാണ്, ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, അപ്പം ഇതാണ് ഡേറ്റ്. അപ്പം അന്ന് ആദ്യം പറഞ്ഞേക്ക് സിനിമാക്കാരുടെയൊക്കെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു അച്ഛാ ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പടത്തിലെ ഹീറോ ഒന്നുമല്ല, ഞാനിപ്പം എന്താണ് വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കാൻ. ഞാനടുത്ത് സപ്പോർട്ടിംഗ് റോൾ. അപ്പോൾ കർമ്മയോഗി എന്ന് പറഞ്ഞ VKPയുടെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് സമ്മതിക്കില്ല. ഇല്ലില്ല നീ അത് അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും നീ അത് റെഡിയാക്കണം അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ അപ്പം ജോലി എങ്ങനെ കിട്ടുവാണെങ്കിൽ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ജോലി കിട്ടണമെങ്കിൽ ജോലി ചെയ്യണം, സർക്കാർ ജോലിയല്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ അത്. അപ്പോൾ പിന്നെ അച്ഛൻ കുറച്ച് നിരാശനാകുന്നു. അപ്പോൾ അമ്മ പറയുന്നു എടാ നീ അച്ഛന് പ്രായമായില്ലേ, നീ അച്ഛൻ പറയണ കേൾക്കാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അന്ന് ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡാണ് എൻ്റെ സിനിമ കരിയറിൽ. അപ്പോൾ ഞാനും ഓർത്ത് ഓക്കെ ലെറ്റ്സ് ട്രൈ എന്ന് ഓർത്ത് അങ്ങനെ ഞാൻ നമ്മുടെ അസോസിയേറ്റ് വാവച്ചേട്ടനുണ്ട്, അദ്ദേഹത്തിൻ്റെ പറഞ്ഞ് ആ ദിവസം ഒന്ന് ഫ്രീ ആക്കി. എന്നിട്ട് ഞാനും അച്ഛനും കൂടെ ട്രാവൽ ചെയ്യണം. അപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ 4 മണിക്കൂറിൽ ഒരു 10 പ്രാവശ്യം അച്ഛൻ പറഞ്ഞു അവർ ഉറപ്പായിട്ടും ആരെങ്കിലും ഒരാൾ നിന്നെ മനസ്സിലാക്കും. അപ്പോൾ അവർ ചോദിക്കും
ജോലി കിട്ടിക്കഴിഞ്ഞാൽ സിനിമ ചെയ്യുമെന്ന്. അപ്പം നീ പറയണം ചെയ്യില്ല. അപ്പം ഞാൻ പറഞ്ഞ് അച്ഛാ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുവാണെങ്കിലോ, എടാ അവർ ലീവ് വരുവാണെങ്കിൽ നീ പോയി ചെയ്യേ, അല്ലെങ്കിൽ നീ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൺവിൻസ് ചെയ്യണം. ഞാൻ പറഞ്ഞു ശരി. അച്ഛന് ജോലി മസ്റ്റ്. അച്ഛന് ജോലി മസ്റ്റാണ്. അച്ഛന് മറ്റേ 10 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയുള്ള ജോലിയാണ്. അച്ഛന് ഇപ്പോഴും എനിക്കൊന്ന് ഇപ്പോൾ കുറച്ച് ഓക്കെയാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ അച്ഛന് ഇടയ്ക്കിടയ്ക്ക് പറയും. ആ വഴക്കിൻ്റെ ഒരു അളവ് കുറയുകയും ആ ഒരു രൂക്ഷത അത് കുറഞ്ഞതല്ലാണ്ട് അച്ഛന് സമാധാനമായിട്ടില്ല. അച്ഛൻ ഇപ്പോഴും ഇപ്പം എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ അച്ഛൻ ഹാപ്പിയാണ്. അച്ഛന് സിനിമ ഓഫ് കോഴ്സ് അച്ഛന് കാണാൻ ഇഷ്ടമാണ്. എന്നാലും അച്ഛന്റെ ഒക്കെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോ അല്ലേ, ഒരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ സെക്യൂർ ആണ് മക്കളെ, പേടിക്കണ്ട ലൈഫ് ലോങ്. അതാ അച്ഛമ്മ എല്ലാം നോക്കുന്നത്. കറക്റ്റ്. ഓക്കെ. എന്നിട്ട് പിന്നെ ഞാൻ ഇന്റർവ്യൂവിന് കയറി. അപ്പോൾ അവിടെ 4 പേരോ 5 പേരോ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരാൾ തമിഴിനാണ്, അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലായി തന്നെ. 15 പേരുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഓരോ ആൾക്കാരാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ പല ക്വസ്റ്റ്യൻസും ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ മൈനിങ് 2001 പാസ്സായതാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മൾ പാസ്സാകാൻ വേണ്ടി പഠിച്ചതാണ്, അല്ലാണ്ട് ഇതിൽ കരിയർ ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ടൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഞാൻ തലേദിവസം കുറച്ച് സാധനങ്ങളൊക്കെ കേരളത്തിലെ മൈനിങ് എൻവയറമെൻറ്റ് എന്താണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയേ. കുറേ കാര്യങ്ങൾ കിട്ടി. അത് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞു. ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രം കണ്ട് തെറ്റിയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ ലാസ്റ്റ് ചോദിച്ചു, യു ബീങ് എ ഫിലിം ആക്ടർ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമോ? അപ്പം പെട്ടെന്ന് അച്ഛനെ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്രൊഫൈൽ എന്താണെന്നുള്ളത് അറിയില്ല. ഈ അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റിൻ്റെ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഒരു പെൺകുട്ടിയും സെലക്റ്റായി ഈ 15 പേരിൽ നിന്ന്. എനിക്ക് പോസ്റ്റിംഗ് തൃശ്ശൂർ. അങ്ങനെ ഞാൻ തൃശ്ശൂരെത്തുന്നു. തൃശ്ശൂരെത്തി ജോയിൻ ചെയ്തു. അപ്പോൾ അവിടുത്തെ സീനിയർ ജിയോളജിസ്റ്റിൻ്റെയൊക്കെ ഞാൻ ചോദിച്ചു, സാർ എക്സാക്ട്ലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പുള്ളി പറഞ്ഞു സൈജുവിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഇല്ലീഗൽ മൈനിങ് നടക്കുമല്ലോ. അപ്പോൾ ഈ ടിപ്പറിൽ മറ്റേ മണലൊക്കെ കടത്തിക്കൊണ്ട് വരും. അപ്പോൾ റോഡ് സൈഡിൽ പോയി ഹൈവേയിലൊക്കെ പോയി നിൽക്കുക. എന്നിട്ട് ഇവരെ പിടിച്ചിട്ട് ഫൈൻ എഴുതി കൊടുക്കുക. ഇതാണ് പരിപാടി. അപ്പം ഞാൻ ഓർത്തപ്പം കുറച്ച് പേരെങ്കിലും എന്നെ അറിയുമല്ലോ. ഞാൻ എങ്ങനെയാണ് ഈ മറ്റേ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് അവിടെ പോയി നിന്ന് ഈ മറ്റേ വെയിലും കൊണ്ട് ദിവസം മുഴുവൻ റോഡ് സൈഡിൽ നിന്ന്, ഇത് ഭയങ്കര പണിയാണല്ലോ. ഞാനപ്പോൾ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഇതാണ് സംഭവം, അതിനെന്താ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലച്ചാ ഈ എന്താണ് കുറച്ച് പേരെങ്കിലും എന്നെ അറിയുമല്ലോ. അപ്പോൾ ഈ ചില പയ്യന്മാരൊക്കെ ചിലപ്പോൾ എന്നെ അറിയാൻ സാധ്യതയുണ്ട്. ഈ പയ്യന്മാരൊക്കെ വന്നിട്ട് വെറുതെ അതൊരു നീ എന്തിനാ അവരുടെ കാര്യം നോക്കുന്നത്? അവരൊന്നും അല്ല നിനക്ക് ചിലവിന് വരുന്നത്. നീ നിന്റെ കാര്യമല്ലേ നോക്കേണ്ടത്. ഞാനാകെ പെട്ടു. പക്ഷെ അതേപോലെ റാജി പോയ പോലെ ഇത് ഞാൻ 4 ദിവസം കൊണ്ട് വിട്ടു. ഈ സിനിമയിലാന്നേലും ചെറുതാന്നേലും വലുതാന്നേലും ഒരുപാട് വേഷങ്ങൾ ചെയ്തില്ലേ? അതേപോലെ ഇപ്പൊ നല്ലൊരു ജോലി ചെയ്തു. ഇത് എല്ലാം പോയിട്ട് ഈ ക്രിക്കറ്റിലേക്ക് ഇത്രയും വലിയൊരു ഹരം വന്ന എങ്ങനെയാ? ഇല്ല ചേച്ചി, എനിക്ക് ക്രിക്കറ്റിൽ പണ്ട് തൊട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമായിരുന്നു. ഞാൻ ഇപ്പോൾ നാഗ്പൂരിൽ എത്തിയ സമയത്ത് ഞാൻ മറ്റേ പ്ലാസ്റ്റിക് ബോളും ബാറ്റും ഒക്കെ അച്ഛൻ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. അത് വെച്ച് കളിച്ചു തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ബാറ്റൊക്കെ വെച്ച് കളിച്ചു തുടങ്ങി. ഞാൻ അത്യാവശ്യം നല്ലപോലെ കളിച്ചുകൊണ്ടിരുന്നതാണ്. ഞാനിപ്പോൾ ക്രിക്കറ്റ് അതെ ഞാൻ എല്ലാ ഗെയിംസും ഇപ്പോൾ വളരെ കുറച്ച് ഗെയിംസ്, അതായത് ഇപ്പോൾ ബാസ്കറ്റ് ബോൾ പോലത്തെ ഗെയിംസ് വിട്ടാൽ ബാക്കിയുള്ള എല്ലാ ഗെയിമും ഞാൻ എബോവ് ആവറേജ് ആയിട്ട് കളിക്കുമായിരുന്നു. ഫുട്ബോൾ പോലും. ഫുട്ബോളൊക്കെ എനിക്കിപ്പോൾ കളിക്കാൻ പേടിയാണ്. വെച്ചാൽ ഇറ്റ്സ് പ്രോൺ ടു ആക്സിഡൻറ്റ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഈ CCയിൽ വന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ കളിക്കുമായിരുന്നെങ്കിൽ ഈ സെലക്ഷന് പോകുമ്പോഴത്തേക്കും സെലക്ഷന് ഞാൻ നല്ലപോലെ കളിക്കില്ല. അത് എന്തോ പ്രശ്നങ്ങൾ കാരണം. അതായത് ഞാൻ കോൺഷ്യസ് ആകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം കാണും. പിന്നെ ഞാനെന്താ അന്ന് വിചാരിച്ചിരുന്നു വെച്ചാൽ സെലക്ഷൻ ഇവരെന്താ നോക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഇവൻ കളിക്കുന്നത് എന്നുള്ളതാണ്. ഇവൻ എത്ര 4 അടിക്കും 6 അടിക്കും എന്നുള്ളതല്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ്, ഞാൻ നല്ലപോലെ അടിക്കണം, ഇതാണ്. അപ്പോൾ ഈ അടിക്കാൻ പോകുമ്പോൾ ബോൾഡാവും അല്ലെങ്കിൽ മിസ്സാവും. അപ്പോൾ ഇത് വെച്ച് എന്നെ ഒരിക്കലും സെലക്ട് ചെയ്തിട്ടില്ല. CCL എന്നെ സെലക്ട് ചെയ്യാൻ കാരണം വെച്ചാൽ സെലക്ഷന് ഞാൻ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെലക്ട് ആയതാണ്. അപ്പം ഇന്ദ്രജിത്തും കുഞ്ചാക്കോബനൊക്കെ ആയിട്ട് അപ്പം നമ്മുടെ ഒരു ക്ലബ്ബുണ്ട്, സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ്ബ്. അപ്പം അതിൻ്റെ കുഞ്ചാക്കോബൻ ചെയർമാൻ, വിജയ് യേശുദാസ് സെക്രട്ടറി, ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി. നമ്മുടെ ക്ലബ്ബ് വളരെ ഇതായിട്ട് പോകുന്നതാണ്. നമ്മളെല്ലാ വർഷവും നമ്മൾ പുറത്തൊക്കെ പോയി കളിക്കാറുണ്ട്. അപ്പോൾ ഇന്ദ്രജിത്ത് അന്ന് പ്രിയൻ സാറും ലിസ്റ്റ് ചെയ്യുക ഇന്ദ്രജിത്തിൻ്റെ ചോദിച്ചപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ ആക്ടേഴ്സിൽ കളിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ദ്രജിത്തൊക്കെ ഓൾറെഡി എൻ്റെ ഗെയിം കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇന്ദ്രജിത്ത് എൻ്റെ പേര് പറഞ്ഞു, പലരുടെയും പേര് പറഞ്ഞപ്പോൾ എൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ ഞാനന്ന് ചെന്നൈയിൽ ഒരു തമിഴോളം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഷൂട്ടിലായത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞതുകൊണ്ട് പിന്നെ സൈജു ഗ്രൂപ്പ് നന്നായിട്ട് കളിക്കുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്നെ അടുത്താണ്.
ഒരുപക്ഷെ സെലക്ഷൻ പോയതിലേക്ക് ഉറപ്പായിട്ട് തന്നെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മൊത്തം പോയേനെ. ഇപ്പം ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്തു, പിന്നെ ഒരുപാട് ക്യാരക്ടർ ചെയ്തു, അത് മാത്രമല്ല ഹീറോ ചെയ്തു. ഇതിൽ ഈ കോമഡി എപ്പോഴാണ് വന്നത്? കോമഡി ചേച്ചി ആക്ച്വലി എല്ലാവരുടെ ഉള്ളിലും ഈ നർമ്മം എൻജോയ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ എനിക്കും കോമഡി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കർമ്മയോഗി എന്ന് പറഞ്ഞ VKP ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അതുകൂടാണ്ട് ഞാൻ VKPയുടെ 1-2 ആഡിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അപ്പോൾ VKP ചിലപ്പം ഞാൻ VKP ആയിട്ട് അത്യാവശ്യം ക്ലോസ് ആണ്. അപ്പം അദ്ദേഹത്തിന് ചിലപ്പോൾ എൻ്റെ ഒരു ലൈറ്റർ സൈഡ് ചിലപ്പോൾ പുള്ളി മനസ്സിലായി കാണും, അല്ലെങ്കിൽ ഫോർ വാട്ട് എവർ റീസൺസ് ട്രിവാൻഡ്രം ലോഡ്ജ് വന്നപ്പം ആ സിനിമ തൊട്ടാണ് എൻ്റെ ഒരു കോമഡി റോൾസ് എനിക്ക് കിട്ടി തുടങ്ങിയത്. അപ്പം ട്രിവാൻഡ്രം ലോഡ്ജ് വന്നപ്പോഴത്തേക്കും ഷിബു വെള്ളാനി എന്ന് പറഞ്ഞ തിരുവനന്തപുരം ബേസ്ഡ് ഒരു ക്യാരക്ടറാണത്. അപ്പോൾ അതിൽ ആരെന്ന് പറഞ്ഞപ്പോഴത്തേക്കും VKP എൻ്റെ ഒരു സജസ്റ്റ് ചെയ്തു, അനൂപനാണ് റൈറ്റർ. അപ്പം ബോത്ത് വെയർ ഓക്കെ. അപ്പം ബാക്കി പലർക്കും കുറച്ച് അതിൻ്റെ വേറെ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരും അവരൊക്കെ അവർക്കൊക്കെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു, സൈജു കുറുപ്പിന് അത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇവർ അഡമൻ്റ് ആയിരുന്നു, VKPയും അനൂപ് മേനനും, അത് സൈജു തന്നെ ചെയ്താൽ മതി. അപ്പം അവരുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലത്തെ ഒരു ആക്ടറെ കൊണ്ടത് ചെയ്യിപ്പിച്ച് വിജയിക്കുവാണ് കുറച്ചുകൂടെ രസം. അതാണ് അതിൻ്റെ പുതുമ. ഇതിൻ്റെ ഇടയിൽ ഏത് ഫിലിം കഴിഞ്ഞ തമിഴിലോട്ട് പോയേ? തമിഴ് സിനിമ ഞാൻ ഒരുപാട് മുമ്പ് ചെയ്തായിരുന്നു. 2008 തോന്നുന്നു ആദ്യത്തെ പടം ചെയ്തത്. നമ്മുടെ മലയാളത്തിൽ ഏത് കഴിഞ്ഞ പോയേ? എനിക്ക് തോന്നുന്നു ഇത് മുല്ല കഴിഞ്ഞിട്ടാണ്. മുല്ലയ്ക്ക് വേണ്ടി ഞാൻ മീശ വളർത്തിയായിരുന്നു. അതിനുശേഷം ഈ തമിഴോടം കിട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ അത് മീശ വേണ്ട. അപ്പം ഞാൻ മുല്ലയിൽ ഡ്യൂപ്ലിക്കേറ്റ് മീശ വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഏത് പെർഫോമൻസ് കണ്ടേച്ചാ അതിനകത്ത് വിളിച്ചേ? പെർഫോമൻസ് കണ്ടല്ല, എൻ്റെ ഒരു ഫോട്ടോ കണ്ടാണ്. കുറേ ലക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ. ഇപ്പോൾ ഞാൻ സിനിമയിൽ വന്നതായാലും ഇപ്പം ഈ തമിഴ് സിനിമയിൽ പോയതായാലും സണ്ണി വിശ്വനാഥ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറുണ്ട് തൃശ്ശൂർ. അപ്പോൾ അദ്ദേഹം അന്ന് സൗത്ത് സൈഡ് എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു റിയാലിറ്റി ഷോയ്ക്ക്, ഒരു ചാനലിൽ റിയാലിറ്റി ഷോയ്ക്ക് എന്നെ കണ്ടപ്പോൾ പറഞ്ഞ്, സൈജു നമുക്ക് സൈജുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാം, ഇത് 4 സ്റ്റേറ്റും കവറാകുന്ന ഒരു മാഗസിനാണ്. അപ്പം ഞാൻ പറഞ്ഞ സണ്ണിജി, നമുക്ക് ഞാനൊരു 1-2 പടങ്ങളൂടെ ചെയ്തിട്ട് കുറച്ചുകൂടെ പോപ്പുലാരിറ്റി കിട്ടിയിട്ട് നമ്മൾ ചെയ്യുമല്ലോ നല്ലത്, ഇപ്പോഴേ അത് ചെയ്തിട്ട് എന്താ കാര്യം? അല്ലല്ല, അതിനിപ്പോൾ എന്താണ്, ഇപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യം. പോപ്പുലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 മാഗസിൻകാർ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ ഇത് വരും, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പടങ്ങൾ കിട്ടും. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ആവശ്യം. സംഭവം കൺവിൻസ് മീ. പുള്ളി ഒരു വളരെ എന്താണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ആളാണ്. ഇൻഡസ്ട്രിയിൽ പലരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സണ്ണിജി. അപ്പം അങ്ങനെ അദ്ദേഹം എന്നെ നിർബന്ധിച്ച് സൗത്ത് സൈഡിൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് അങ്ങനെ ഫോട്ടോ സെഷൻ കഴിഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂ ഒരു ലക്കത്തിൽ വന്നു. ആ ലക്കത്തിൽ തന്നെ ഭാഗ്യരാജ് സാറിൻ്റെ ഫാമിലി ഇൻ്റർവ്യൂവും ഫാമിലി ഫോട്ടോസൊക്കെ വന്നിരുന്നു. അപ്പം സാധാരണ അതിൽ മാഗസീൻകാർ ഒരു കോപ്പി എത്തിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഭാഗ്യരാജ് സാറിൻ്റെ വീട്ടിലും എത്തിച്ചു. പുള്ളി ഇങ്ങനെ മറിച്ച് പുള്ളിയുടെ ഇൻ്റർവ്യൂ നോക്കുന്ന സമയത്ത് ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഫോട്ടോസ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ കണ്ടിട്ടാണ് പുള്ളി കോൺടാക്ട് ചെയ്തത്. ഇപ്പോൾ ഇനി പുതിയ പ്രോജക്റ്റ് ഏതൊക്കെയാണ്? പുതിയതിന് ഞാൻ ഇനിയിപ്പം ഒരു 4 റിലീസാവാനുണ്ട്. ഒന്ന് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകൻ രോഹിത്താണത് ഡയറക്റ്റ് ചെയ്യുന്നത്. ആസിഫ് അലിയാണ് ഓമനക്കുട്ടനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ കവി ഉദ്ദേശിച്ചത് വീണ്ടും ആസിഫ് അലിയാണ് എൻ്റെ. ഈ ഓമനക്കുട്ടനിൽ കുറച്ചുകൂടെ ലൈറ്റർ സൈഡാണ്, കോമഡി അല്ല പക്ഷെ ലൈറ്റർ. ഒരു കോമഡിയുടെ പീക്കൊന്നുമല്ല, പക്ഷെ ഒരു ലൈറ്റർ ക്യാരക്ടറാണ്. പിന്നെ കവി ഉദ്ദേശിച്ചെന്ന് പറഞ്ഞത് തോമസ് കുട്ടിയും ലിജോ തോമസ് എന്ന് പറഞ്ഞ ഇരട്ട സംവിധായകരാണ് സംവിധാനം ചെയ്യുന്നത്. ആസിഫ് അലി, ബിജു മേനൻ, നരേനൊക്കെ അഭിനയിക്കുന്നത്. അതിനകത്ത് സീരിയസ് ക്യാരക്ടറാണ്, ചെറിയ ഗ്രേ ഷെയ്ഡ്സും ഉണ്ട് അതിനകത്ത്. പിന്നെ ഒരു ചിൽഡ്രൻസ് ഫിലിം അരുൺ വിശ്വത്തിൻ്റെ ചെയ്തു, കോലിമിഠായി എന്ന് പറഞ്ഞ മാസ്റ്റർ ഗൗരവൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. ഈ തമിഴിൽ ചെയ്തപ്പോഴേ സാധാരണ നമ്മൾ ഗേൾസ് അവിടെ പോകുമ്പോഴാണ് പേര് മാറ്റുന്നത്. ഇപ്പം ആമ്പിള്ളേർ പോയാലും പേര് മാറ്റണോ? ഞാൻ മാറ്റിയായിരുന്നു. അതെന്നെ പേരായിരുന്നു അവിടെ പോയിട്ട്? ഞാൻ മാറ്റിയത് അനിരുദ്ധ എന്നായിരുന്നു. അനിരുദ്ധോ? അനിരുദ്ധ മാറ്റാൻ കാരണം അത് ഈ നമ്മുടെ ഈ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് വരുന്നതിന് മുമ്പാണ്. ഞാൻ ഈ സൈജു ഗ്രൂപ്പ് നോർത്ത് ഇന്ത്യയിൽ ഞാൻ ആയിരുന്നപ്പോഴത്തേക്കും ബേസിക്കലി സെൻട്രൽ ഇന്ത്യയാണ്. അവിടെ ഈ നായർ, മേനൻ, പിള്ള ഇതൊക്കെയാണ് മലയാളികളുടെ സർനെയിമായിട്ട് വെച്ചിരിക്കുന്നത്. നായരാണ് മെയിനായിട്ട്. അപ്പോൾ ഈ കുറുപ്പെന്ന് പറയുമ്പോഴത്തേക്കും എവിടുത്തെ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ കേരള. അപ്പം അവർക്ക് ഭയങ്കര അതിശയമാണ് കുറുപ്പെന്നൊക്കെ ഒരു സർനെയിം ഉണ്ടോന്ന് അവിടെ. അപ്പോൾ അത് പറഞ്ഞ പോലെ ഇപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പം പൂർണ്ണിമ മാഡമായിട്ടാണ് കോർഡിനേഷൻ. അവിടെ ഡ്രൈവർ വരും, അവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ പൂർണ്ണിമ മാഡം ഡ്രൈവർക്ക് എഴുതിയല്ല കൊടുത്തത്, SMS അയച്ചില്ല, ഇങ്ങനെ ഫോണിൽ കൂടെ പറയാണ് സൈജു കുറുപ്പ്. പൂർണ്ണിമ മാഡത്തിന് എൻ്റെ പേര് കറക്റ്റായിട്ട് കിട്ടി. പുള്ളി അത് എഴുതിയെടുത്തത് വേറെന്തോ ആണ്. ഞാനവിടെ എയർപോർട്ടിൽ ചെന്ന് ഡ്രൈവറെ വിളിക്കുവാണ്. ഞാൻ പറഞ്ഞ് ഞാൻ കേരളത്തിൽ നിന്ന് ആക്ടറാണ്, അപ്പോൾ തമിഴ് ഒട്ടും അറിയില്ല, കേരള
ആക്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ ഞാൻ ഇങ്ങനെ നായർക്ക് അവിടെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് പോന്നോളാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്കും പ്ലേ കാർഡ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്ലക്കാർഡ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കുവാണ്. അപ്പോൾ അവിടെ കുറേ എന്താണ് ചില കമ്പനീസിൻ്റെ പേര് അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പേര് കാണുന്നില്ല. ഞാൻ ഓരോന്നിങ്ങനെ നോക്കുകയാണ്. പിന്നെ ഞാൻ അപ്പോൾ തന്നെ ഡയൽ ചെയ്തു. അപ്പോൾ ഒരാൾ എടുത്തപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അയാൾ സൈജുവിന് വരെ എന്താ എഴുതിയിരുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല. എന്ന് വെച്ചാൽ എൻ്റെ സർനെയിം കണ്ടപ്പോൾ തന്നെ ഞാനങ്ങ് ഇതായിപ്പോയി. ഗ്രൂപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞ് ഭാഗ്യരാജ് സാർ അമ്മ വാങ്ങ് സാർ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ലൊക്കേഷനിലെത്തുന്നു. ലൊക്കേഷനിലെത്തിയിട്ട് ഓരോ ആൾക്കാരുടെ പേര് ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ശാന്തനു, പുള്ളിയുടെ മകൻ ശാന്തനുവാണ് ഹീറോ. ശാന്തനുവും പൂർണ്ണിമ മേഡവും ഭാഗ്യരാജ് സാറും മാത്രമാണ് സൈജു എന്ന് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നത്. ബാക്കിയുള്ള രണ്ടരൊക്കെ എല്ലാ പ്രാവശ്യം എന്നെ വിളിക്കേണ്ടപ്പം സാർ പേരെന്നാ സാർ? സൈജു കുറുപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. പിറ്റേ ദിവസം പോകുമ്പോഴത്തേക്കും ഈ 10 പ്രാവശ്യം ഇവരുടെ പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ ഇറങ്ങി വന്നിട്ട് സാർ നിങ്ങളുടെ പേരാണോ സാർ? ഇത് നാവുകമില്ല. ഞാൻ പറഞ്ഞു സൈജു കുറുപ്പ്. ഓക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെ രണ്ടാമത്തെ പടം കിട്ടുവാണ്, മറുപടിയും ഒരു കാതൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തായിരിക്കണം ഇവരും പിന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഹീറോ ആണ്. അപ്പം ഒരു 10-40 ദിവസം ഞാൻ ചെന്നൈ തന്നെ കാണും. അപ്പോൾ എൻ്റെ പേര് തന്നെ ഞാൻ എന്താണ് വികൃതമായിട്ട് കേൾക്കട്ടല്ലോ തോർത്ത്, എന്നാൽ പിന്നെ ഒരു പേര് വരെ തോർത്ത്. അങ്ങനെ എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്താണ്. ആ വൈഫ് ഒരു പത്രം സജസ്റ്റ് ചെയ്തത്. അതിൻ്റെ അകത്ത് അനിരുദ്ധാണ് കുറച്ചുകൂടെ ഇത് ഫീൽ ചെയ്തത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പലരും പറയാറുണ്ട് സൈജു നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സ് സൈജു തമിഴിൽ പോകുമ്പോഴത്തേക്കും അനിരുദ്ധ് സ്വാമി, തെലുങ്ക് പോകുമ്പോൾ അനിരുദ്ധ് റെഡ്ഡി, കന്നഡയിൽ പോകുമ്പോഴത്തേക്കും അനിരുദ്ധ് ഷെട്ടി. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആദ്യം എയർടെലിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ടൈം ഒരു അറിവും ഇല്ലാതെയായിരുന്നു ശ്രീകുട്ടൻ ചോദിച്ചത് അഭിനയിക്കുന്നുണ്ടോ എന്ന്. അപ്പം അഭിനയിക്കാനൊന്നും ഒട്ടും ക്രേസ് ഇല്ല, അങ്ങനെ സിനിമ പ്രാന്തെന്നും പറഞ്ഞൊന്നും നടന്നില്ല. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഓക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും പിന്നെയും പടം ഇറങ്ങിയതിന് ശേഷം 1.5 വർഷം യു ടുക്ക് എ ഗുഡ് ഗ്യാപ്പ്. അപ്പോൾ ഒരു ഇതില്ലാതെ നമുക്ക് ക്യാരക്ടേഴ്സ് വരുന്നില്ല, ഒന്നുമില്ല. എന്നാൽ നമുക്ക് ഇപ്പുറത്ത് ജോലി 100% ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്നാലും ജോലിക്ക് പോകത്തില്ല, ഞാൻ വാശിക്ക് സിനിമയിൽ തന്നെ നിൽക്കും എന്ന് വെച്ചിട്ട് എന്നതിന് ചേച്ചി 1.5 വർഷം ഞാൻ പറഞ്ഞത്, ഞാൻ സിനിമയിൽ വന്നിട്ട് സിനിമയിൽ സജീവം ഞാൻ ഒരിക്കലും ഒന്നായിട്ടില്ലായിരുന്നു. ഒരു 6 വർഷത്തിന് ശേഷമാണ് ഞാൻ 1.5 വർഷം ഗ്യാപ്പ് എടുത്തെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ട്രിവാൻഡ്രം ലോഡ്ജ്. ഞാൻ 2005 മയൂഖം റിലീസാവുന്നത്. 2012 ട്രിവാൻഡ്രം ലോഡ്ജ് സംഭവിക്കുന്നത്. അപ്പം ഒരു 2005 തൊട്ട് 2010 2011 എൻ്റെ ലാസ്റ്റ് പടം റിലീസാവുന്നത് മലയാളത്തിൽ. അതിനുശേഷമാണ് 1.5 വർഷം ഗ്യാപ്പ് എടുത്തെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ മയൂഖം റിലീസായതിനു ശേഷം ഈ പറഞ്ഞ 1.25 വർഷത്തെ എനിക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായി. അത് ഞാൻ അപ്പോഴത്തേക്കും കല്യാണം കഴിച്ചു. അപ്പം ഇങ്ങനെ വീട്ടുകാരുടെ ഇതും അതൊക്കെ ആയിട്ട് ചാന്ത് പൊട്ടെന്ന് പറഞ്ഞൊരു സിനിമയിൽ തന്നെ വിളിക്കുവാണ്, ഇന്ദ്രജിത്ത് ചെയ്ത ക്യാരക്ടർ. അങ്ങനെ ഞാൻ വന്നിട്ട് എൻ്റെ ബോസ് അലക്സാണ്ടറൊക്കെ ഞാൻ പറയുന്നു, അലക്സ് അഗെയിൻ എ ഗുഡ് ന്യൂസ്. അപ്പോൾ അലക്സ് ഓൾറെഡി ഭയങ്കര എതിരായിരുന്നു ഞാൻ സിനിമയിൽ പോകുന്നതിൽ. അപ്പോൾ അലക്സിൻ്റെ ഒരു വേർഷനിൽ അലക്സാണ്ടറൊക്കെ അന്ന് ഞാൻ മയൂഖം ചെയ്യുന്ന സമയത്ത് എൻ്റെ പറഞ്ഞിരുന്നത്, ബോസ് യു ആർ നോട്ട് ഫിറ്റ് ഫോർ മൂവി ഇൻഡസ്ട്രി, യു ആർ എ നൈസ് ഗായ്, യു ആർ എ കോർപ്പറേറ്റ് ഗായ്, ദർ ആർ ലോട്ട് ഓഫ് ക്രോക്കോഡൈൽസ് വെയിറ്റിംഗ് ഫോർ യു ദേ. എവിടെ? ഫിലിം ഇൻഡസ്ട്രിയിൽ. അവർ നിന്നെ വിടിയും കളയുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അലക്സ് ഞാനിപ്പോൾ ഒരു സിനിമയല്ലേ ചെയ്യാൻ പോകുന്നത്, ഇതൊന്നും ചെയ്തിട്ട് ഞാൻ നിർത്തിക്കോളാം, പിന്നെ ആ സിനിമയും ഇല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുടെ ഞാൻ വീണ്ടും പറയുകയാണ്, അലക്സ് ഒരു ഉഗ്രൻ ഓഫർ വന്നിട്ടുണ്ട്, ലാൽ ജോസ് എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് നടത്തുന്നത് ഒരു 25 ഡേയ്സ് മതി, മയൂഖം പോലെ 2 മാസം വേണ്ട. ബോസ് യു പുട്ട് യുവർ പേപ്പേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ല അലക്സ് ഇല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ, ഇല്ല ഇഫ് യു കാൺ ദെൻ ഐ ആം ഓക്കെ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ഈ മയൂഖം റിലീസായി. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സിനിമ കിട്ടുവാണ് എനിക്ക്, ലാലേട്ടൻ്റെ ഒരു സിനിമ. അപ്പോൾ ഞാനൊരു ഒരാഴ്ചത്തെ ലീവൊക്കെ എടുത്ത് ഞാനങ്ങനെ പോയി. പക്ഷേ അവിടെ കുറച്ച് എന്താണ് എനിക്ക് പൊരുത്തപ്പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്കും കുറച്ച് അവിടെ 1-2 പേരുണ്ടൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ കുറച്ച് ഭയങ്കരമായിട്ട് ഇൻസൾട്ടിങ് ആയിട്ട് ഫീൽ ചെയ്ത്. അപ്പം ലൊക്കേഷനിൽ അപ്പം എന്താണ് നിൻ്റെ ഫസ്റ്റ് പടം എത്ര പേര് കണ്ടിട്ടുണ്ട്? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല. അപ്പം ഞാനെൻ്റെ ക്യാരക്ടർ ചോദിച്ചതാണ്. അപ്പം എനിക്കറിയില്ലെന്ന് പറഞ്ഞു. നിൻ്റെ പേര് എത്ര പേർക്കറിയാം? ഞാൻ പറഞ്ഞു അതും എനിക്കറിയില്ല. നിൻ്റെ മുഖം എത്ര പേർക്കറിയാം? അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മുടെ വിഷയം അതല്ലല്ലോ, എൻ്റെ ഈ പടത്തിലെ കഥാപാത്രം എന്താണെന്നത് എൻ്റെ വിഷയം. ഇപ്പോൾ ഞാനൊരു ബോൺ ആക്ടറല്ല, അപ്പോൾ എനിക്ക് എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ ആകെ ഇതായി. അങ്ങനെയാണ് ഞാൻ അപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുത്തു. എന്തായാലും എൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ, അവർ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ സിനിമ കണ്ടിന്യൂ ചെയ്യില്ല. പക്ഷേ ഞാൻ എൻ്റെ വികാരങ്ങൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ എന്താണ് ഒരു കേരളത്തിലെ ഒരു
10% ആൾക്കാരെങ്കിലും എൻ്റെ മുഖം അല്ലെങ്കിൽ എൻ്റെ പേരറിയുന്ന രീതിയിൽ എനിക്ക് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കേട്ട വാക്കുകൾ നമുക്ക് വെറുതെ വിഷമം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ അങ്ങനെ ഡിസിഷൻ എടുക്കുകയാണ്. വാശിയുടെ പുറത്ത്. അതെ, ആരോടുള്ള വാശിക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. എനിക്ക് സിനിമകളേ ഇല്ല, സിനിമ കിട്ടുന്നില്ല. കിട്ടുന്നത് തന്നെ എന്താണ് ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ കഥാപാത്രങ്ങളല്ല. എൻ്റെ അഭിനയം പ്രശ്നം, ഇതെല്ലാം കൂടെ ആയിട്ട് എന്താ ചെയ്യേണ്ടത് മെസ്സായി. ഈ മെസ്സിൽ ഞാനൊരു 6 വർഷം കിടന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ എനിക്ക് നല്ല സിനിമകളും കിട്ടി. ഇപ്പം എനിക്ക് ഷാജി സാറിൻ്റെ ബാബ കല്യാണിലൊരു ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറായിരുന്നു. പിന്നെ ഹലോ എന്ന് പറഞ്ഞ സിനിമ കിട്ടി, മുല്ല എന്ന് പറഞ്ഞ സിനിമ കിട്ടി, കർമ്മയോഗി അത് നന്നായിട്ട് പോയില്ലെങ്കിൽ പോലും അതിനകത്തൊരു ഉഗ്രം ക്യാരക്ടറായിരുന്നു. അങ്ങനത്തെ ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടി. പക്ഷെ അതൊന്നും ഒരു വർക്കൗട്ട് ആയില്ല. അതായത് പടങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് റീച്ച് ആയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ ഞാൻ ബ്രേക്ക് എടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് VKPയുടെ ഒരു സിനിമ കിട്ടുന്നത്. തീർച്ചയായും. ഉണ്ട് ആൻഡ് വാനില ഐസ്ക്രീം ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിസ്ത ഉണ്ട്, ബേസിൽ സീഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ശരി.